2024 ഒട്ടകങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ച് ഐക്യരാഷ്ട്രസഭ. കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടുന്ന ഒട്ടകങ്ങളുടെ പങ്കിനെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ഈ വർഷം ഒട്ടകങ്ങളുടെ വർഷമായി ആചരിക്കുന്നത്. 2014 ബൊളീവിയൻ സർക്കാർ ഒട്ടകങ്ങളുടെ വർഷമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് അപേക്ഷ നൽകുന്നത്. എന്നാൽ 2016 പയറുവർഗത്തിൽ പെടുന്നവയുടെ വർഷമായാണ് ആചരിച്ചത്. ഒട്ടകങ്ങൾ, ലാമകൾ, അൽപാകകൾ, വിഗുനുകൾ, ഗ്വനക്കോകൾ എന്നിവയാണ് ഈ ഗണത്തിൽപ്പെടുന്ന ജീവികൾ. ലോകമെമ്പാടുമുള്ള മരുഭൂമി പ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും ഇത്തരം ജീവികൾ പ്രധാന ഉപജീവനമാർഗം കൂടിയാണ്. ദശലക്ഷക്കണക്കിന് ദരിദ്ര കുടുംബങ്ങളിൽപ്പെട്ടവർ ഒട്ടകങ്ങൾ ഒരു പ്രധാന ഉപജീവന മാർഗമെന്നാണ് ചൂണ്ടിക്കാട്ടിയാണ് ഐക്യരാഷ്ട്രസഭ 2024 ഒട്ടകങ്ങളുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത്. മാംസം, പാൽ എന്നിവ കൂടാതെ കമ്പിളിയും മറ്റും നിർമ്മിക്കാൻ ആവശ്യമായ രോമങ്ങളും ഒട്ടകത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒട്ടുമിക്ക മരുഭൂമി പ്രദേശങ്ങളിലും ഒട്ടകമാണ് ഗതാഗത മാർഗം. ലോകത്തിൽ 90-ലധികം രാജ്യങ്ങളിൽ ഒട്ടകങ്ങളുണ്ട്. ഒരു സമയം 15 ലിറ്റർ വെള്ളം വരെ കുടിക്കാൻ ശേഷിയുള്ള ഇവ ശരീരത്തിലെ മുഴയിൽ ഈ വെള്ളം ശേഖരിച്ചു വെക്കുകയാണ് പതിവ്. ഇതാണ് ഇവരെ ഏത് പ്രതികൂല കാലാവസ്ഥയിലും ജീവിക്കാൻ സഹായിക്കുന്നത്. ആൻഡിയൻ ഉയർന്ന പ്രദേശങ്ങളിലും ആഫ്രിക്കയിലും ഏഷ്യയിലും വരണ്ട പ്രദേശങ്ങളിലും മറ്റും ഒട്ടകങ്ങൾ സംസ്കാരം, സമ്പദ് വ്യവസ്ഥ, ഭക്ഷ്യ, സുരക്ഷ, ഉപജീവനം എന്നിവയിലും പ്രത്യേക പങ്ക് വഹിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.